ചെയ്തു. ശ്രീത്ത്, നിലമ്പൂരിൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിക്കാനായോ? ഹാഷ്മി, നിലമ്പൂരിൽ എം സ്വരാജ് CPIMന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളാണ് ഉള്ളത്. കാരണം മണ്ഡലത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ സ്വരാജ് മത്സരിച്ച് ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കണം എന്ന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം പാലിച്ച് ആ റിപ്പോർട്ടാണ് എല്ലാ സംസ്ഥാന കമ്മിറ്റികളും കൊടുത്തത്. കാരണം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു പൊളിറ്റിക്കൽ പോരാട്ടമാക്കി, ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. അൻവർ മത്സരിക്കുന്ന സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. അൻവർ മത്സരിക്കുന്നില്ല എങ്കിൽ മാത്രമാണ് സ്വതന്ത്രത തേടുന്നതെന്നായിരുന്നു ആദ്യ ആലോചന. എന്നാൽ സ്വതന്ത്ര പരീക്ഷണം വേണ്ട, മറിച്ച് ഒരു പൊളിറ്റിക്കൽ പോരാട്ടത്തിന് ഇറങ്ങുക. അതിന് എം സ്വരാജ് നിലമ്പൂർ മണ്ഡലത്തിലെ പോത്തുകൽ സ്വദേശിയാണ്. അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരനാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ നിന്ന് MLA ആയിട്ടുണ്ടെങ്കിലും അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിനെ തന്നെ ഇവിടെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായത്തിനായിരുന്നു പാർട്ടി പ്രവർത്തകർക്കിടയിലും ഒപ്പം തന്നെ പാർട്ടി ചുമതലയായി ഇവിടെ വന്ന പുറത്തുനിന്ന് വന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോലും സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SFIയുടെയും DYFIയുടെയും സംസ്ഥാന നേതൃതലത്തിൽ പ്രവർത്തിക്കുകയും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അംഗവുമായ എം സ്വരാജ് CPIMന് LDFന് നിലമ്പൂരിൽ അണിനിരത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല, സ്വരാജിനെ പോലെ ഒരാളുടെ അസാന്നിധ്യം ഈ നിയമസഭയിൽ CPIMന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയമായി UDFനെ എതിരിടാനും അതിന് നല്ല പാർട്ടി ലൈനിൽ നിന്നുള്ള എം സ്വരാജ് മത്സരിക്കുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. നിലമ്പൂരിൽ എം സ്വരാജ് ആണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെ മാറുന്നു. ഏതെങ്കിലും തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തി പലപ്പോഴും തൃക്കാക്കരയിലടക്കം ആദ്യം പാർട്ടി സ്ഥാനാർത്ഥിയെ പറ്റി ആലോചിക്കുകയും പിന്നീട് അത് മാറ്റുകയും ചെയ്തപ്പോഴൊക്കെ വലിയ വിമർശനം ഉയർന്നതാണ്. ഇത് രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് CPI പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഷഫീദ് റാവുത്തർ, ഷഫീദ്, സ്വരാജിന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനമായോ? വാർത്താ സമ്മേളനം എപ്പോൾ തുടങ്ങും? ഹാഷ്മി, അല്പസമയത്തുള്ള നമുക്ക് വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനു മുൻപേ നമുക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി, അത് എം സ്വരാജ്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജ് തന്നെ വരുന്നുണ്ട്. ആ ജില്ല നന്നായിട്ട് അറിയാവുന്ന, മാത്രവുമല്ല ആ ജില്ലയുടെ റൂട്ടിനെ കുറിച്ച് അറിയാവുന്ന എം സ്വരാജ് തന്നെ സ്ഥാനാർത്ഥി ആകട്ടെ എന്നുള്ള തീരുമാനം അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തു എന്നുള്ള വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം പരിഗണിച്ചിരുന്നു. നേരത്തെ ആർ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ PV അൻവർ എലമെന്റ് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എം സ്വരാജ് എന്ന തീരുമാനത്തിലേക്ക് എത്തിപ്പോൾ